റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അബുദാബിയിൽ നടക്കുന്ന സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. റഷ്യ, യുക്രൈൻ, US പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് പ്രതിനിധികൾ പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ ഉപാധികളോ കരാർ വ്യവസ്ഥകളോ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ, രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്കാണ് തുടക്കമായിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്? എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആദ്യ ദിവസത്തെ ചർച്ച പൂർത്തിയായിരിക്കുന്നു. പക്ഷേ കാര്യമായ ഉടമ്പടികളോ അല്ലെങ്കിൽ ധാരണകളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മറ്റൊരു ദിവസത്തേക്ക് കൂടി ഈ ചർച്ച തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ സമാധാനത്തിലേക്ക് എത്താൻ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പറയുന്നത്. കാരണം പല കാര്യങ്ങളിലും രണ്ട് കൂട്ടരും ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യ പിടിച്ചെടുത്ത ഭാഗങ്ങൾ തിരിച്ചു കിട്ടണം, പ്രത്യേകിച്ച് കിഴക്കൻ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഉക്രൈൻ്റെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ചു കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഉക്രൈനും, അതേപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങാൻ തന്നെ കാരണമായ നാറ്റോ രാജ്യങ്ങളുടെ യുക്രൈനിലെ സാന്നിധ്യം അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ റഷ്യയും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ചർച്ച തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടം നടന്നത് കഴിഞ്ഞ മാസം 23-24 തീയതികളിലായിരുന്നു. പിന്നീട് വീണ്ടും ഈ ചർച്ചയ്ക്ക് ഇരിക്കാനായി ഇവർ തയ്യാറാവുകയും ചർച്ച തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഉക്രൈൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉമറോവ് നൽകുന്ന വിവരമനുസരിച്ച് പല വിഷയങ്ങളിൽ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇനിയും ചർച്ച ചെയ്യാം, ഇതിന് ഒരു സമാധാനപരമായ ഒരു അന്ത്യം ഉണ്ടാകുന്നതിന് ഞങ്ങളുടെ രാജ്യം അനുകൂലമായ നിലപാടാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഉമറോവ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന രണ്ടാം ദിവസത്തെ ചർച്ചയിൽ വലിയ പ്രതീക്ഷകളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപാധിയോ കരാറോ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന ഈ യുദ്ധത്തിന് അറുതിയാകുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് ഫെബ്രുവരി 24-ന് ഈ യുദ്ധം തുടങ്ങിയിട്ട് 4 വർഷം തികയുകയാണ്. അതിനു മുമ്പ് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നടക്കുന്ന വലിയൊരു യുദ്ധം എന്നുള്ള നിലയ്ക്ക്, നീണ്ടുനിന്ന യുദ്ധം എന്നുള്ള നിലയ്ക്ക് ഇതിന് ഒരു അന്ത്യം കാണാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ചില ഉപാധികളുടെയും അല്ലെങ്കിൽ ചട്ടക്കൂടുകളുടെയും ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ UAE-യിൽ സംഗമിച്ചുകൊണ്ട് ചർച്ച നടക്കുന്നത്. അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് ഈ പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ ആയാലും റഷ്യ ആയാലും ഈ കരാർ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കടുംപിടുത്തം പിടിക്കുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞിരുന്നത് ഇതൊരു ക്ലീൻ സ്ലേറ്റിൽ ആരംഭിക്കുന്ന ചർച്ചയാണ് എന്നുള്ളതാണ്. പുതിയ ഒരു ചർച്ച ആരംഭിക്കുന്നു, പുതിയ സമാധാന ഉപാധികൾ കണ്ടെത്താൻ ശ്രമം നടത്തുന്നു എന്നുള്ള നിലയ്ക്കാണ് 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പറഞ്ഞിരുന്നത്. ആദ്യഘട്ട ചർച്ച പൂർത്തിയായപ്പോൾ തന്നെ വലിയ പ്രതീക്ഷകളുണ്ട്. ചില ബ്രേക്ക് ത്രൂവിനുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും ചർച്ച തുടരാം എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഏത് നിലയിലാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത് എന്നൊരു വ്യക്തമായ വിവരം എവിടെ നിന്നും പങ്കുവെക്കുന്നില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. ഒരു സമഗ്രമായ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ് റിലീസിൽ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. UAE-യുടെ ഇടപെടൽ വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇരു രാജ്യങ്ങളും തടവുകാരെ വിട്ടു അയച്ചുകൊണ്ടിരുന്നത് UAE-യുടെ ഇടപെടലാണ്. അപ്പോൾ UAE മുന്നോട്ട് വയ്ക്കുന്ന ധാരണകൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ ഈ 2 രാജ്യങ്ങളും ഏതെങ്കിലും നിലയ്ക്ക് ഒന്നിച്ച് നിൽക്കാൻ തയ്യാറായാൽ 4 വർഷമായി തുടരുന്ന യുദ്ധത്തിന് അറുതി ഉണ്ടാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ദിവ്യ.